ഓം ശാന്തി. പാലക്കാട് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഈശ്വരീയ സേവനങ്ങളുടെ 50-ാം വർഷം സുവർണ ജൂബിലി ആഘോഷം 2026 ജനുവരി 26-ന് ആഘോഷിക്കുകയാണ്. ഈ മാമാങ്കം ഒരു മഹോത്സവമാക്കി മാറ്റാൻ ബ്രഹ്മകുമാരീസിൻ്റെ ആഗോള ആസ്ഥാനത്ത് നിന്ന് സഹമുഖ്യ പ്രശാസിക രാജയോഗിനി ബ്രഹ്മകുമാരി ജയന്തി ദീദി എത്തിച്ചേരുകയാണ്. ജയന്തി ദീദി 70 വർഷത്തെ ത്യാഗത്തിൻ്റെ, തപസ്സിൻ്റെ, സേവനത്തിൻ്റെ ബലവുമായിട്ടാണ് ഈ പാലക്കാട് മണ്ണിലേക്ക് എത്തുന്നത്. താങ്കളേവരും ആ മഹാതപസ്വിനിയുടെ ദൃഷ്ടിയിലൂടെ ലഭിക്കുന്ന ഈശ്വരീയ വൈബ്രേഷൻ, പവിത്രമായ വൈബ്രേഷൻ സ്വീകരിക്കാൻ, ശക്തി ആർജിക്കാൻ, ആശീർവാദം നേടാൻ, നമ്മുടെ ജീവിതത്തെ പവിത്രീകരിക്കുന്നതിന് വേണ്ടി ഈശ്വരീയ ശക്തികൾ അനുഭവിക്കാനും ദീദിയോടൊപ്പം സത്സംഗത്തിൽ പങ്കെടുക്കുന്നതിനും ഏവർക്കും സ്വാഗതം. ദീദിയുടെ വിശേഷത, കുട്ടിക്കാലം മുതൽ ഒരു ആധ്യാത്മിക അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം ലഭിച്ച മഹാതപസ്വിനിയാണ്. ദീദി ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ ജനിച്ച് വളർന്നതേ ഒരു ആധ്യാത്മിക കുടുംബത്തിലാണ്. അമ്മ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ കണക്ഷനിൽ വന്ന് നിത്യേന രാജയോഗ ധ്യാനം അഭ്യസിക്കുകയും നിത്യ സത്സംഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നത് കാരണം ദീദി പറയുകയായിരുന്നു, ഡെയിലി ഞങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുന്നോ അത് ഈശ്വരന് സമർപ്പിച്ചിട്ടാണ് അമ്മ ഞങ്ങൾക്ക് തന്നിരുന്നത്. മാത്രവുമല്ല, ആ നിവേദ്യം ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികളെ അമ്മ കൂടെ ഇരുത്തുമായിരുന്നു. ആ സമയത്ത് നിവേദ്യം സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി ഞങ്ങളോട് അതിനുശേഷം ചോദിക്കുമായിരുന്നു. അപ്പോൾ അതെന്ത്, ഈശ്വരന് നിവേദ്യം സമർപ്പിക്കൽ എന്താണ്, അല്ലെങ്കിൽ ഈശ്വരൻ ആരാണ് എന്നറിയില്ലെങ്കിൽ പോലും ആ ഡിവൈൻ പ്യുവർ വൈബ്രേഷൻസിൽ ഇരുത്തിയത് കാരണം അറിയാതെ തന്നെ കുരുന്നു മനസ്സുകൾ ഭഗവാനുമായി കണക്റ്റഡ് ആകുകയും എന്തന്നം ഞാൻ കഴിക്കുന്നു അത് പ്രഭു പ്രസാദമാണെന്ന അവയർനെസ് കുട്ടിക്കാലം മുതൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്രകാരമുള്ള ഒരു മഹാതപസ്വിനി, മഹാസൗഭാഗ്യശാലി, ഭഗവാന്റെ ഒരു വിശേഷ രത്നമാണ് നമുക്ക് ജനുവരി 26-ന് എത്തുന്നത്. തീർച്ചയായും നമുക്കെല്ലാവർക്കും ഈ മഹോത്സവത്തിൻ്റെ ലാഭമെടുക്കാം. ഓം ശാന്തി.